ഞങ്ങളുടെ വാത്സല്യ പിതാവിൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ കർത്താവെ, ഈ പകൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. കഴിഞ്ഞ ദീർഘവർഷങ്ങളിൽ ഭൂമിയിൽ ജീവിപ്പാൻ പ്രിയ പിതാവിന് കൊടുത്ത പദവിക്കായി സ്തോത്രം. തനിക്ക് കൊടുത്ത എല്ലാ നന്മകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്തു. ജനനം മുതൽ പ്രിയ പിതാവിനോടുകൂടെ അങ്ങ് ഇരുന്ന് നടത്തി, അങ്ങ് പരിപാലിച്ചു, അങ്ങ് സൂക്ഷിച്ചു. തൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖവേളകളിൽ ആശ്വാസകനായി കൂടെയിരുന്നു. കഷ്ടങ്ങളിൽ സഹായമായി ദൈവം കൂടെയിരുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉയർച്ച താഴ്ചകളിലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം പ്രിയ പിതാവിനെ നടത്തിയതുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കൊടുത്ത കുടുംബജീവിതത്തിനായി സ്തോത്രം, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അവരുടെ നന്മയൊക്കെ അനുഭവിപ്പാൻ, കാണുവാൻ, അതൊക്കെ രുചിക്കുവാൻ ഒക്കെയുള്ള ഭാഗ്യം പ്രിയപിതാവിന് കർത്താവ് കൊടുത്തല്ലോ. തൻ്റെ വാർദ്ധക്യത്തിൽ കർത്താവെ ചില മാസങ്ങൾ രോഗത്തോടുള്ള ബന്ധത്തിൽ കിടക്കയിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പ്രിയം വെച്ച കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെടുവാൻ, അങ്ങ് വിളിച്ചു ചേർക്കുവാൻ അങ്ങയ്ക്ക് തിരുവുള്ളമുണ്ടായതുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രങ്ങൾക്കായി സ്തോത്രം. 8 പേരെയും 8 കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മരുമക്കളായി പ്രിയപ്പെട്ടവരായി എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപിതാവിനെ ശുശ്രൂഷിപ്പാനൊക്കെയുള്ള അവസരങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കർത്താവ് കൊടുത്തല്ലോ. അവരുടെ ശുശ്രൂഷകളൊക്കെ ഏറ്റുവാങ്ങുവാൻ പിതാവിനെന്തെയ്യാം ഭാഗ്യമൊരുക്കിയല്ലോ. എല്ലാറ്റിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ദുഃഖങ്ങളും ഭാരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിനെ കവിയുന്ന ആ വലിയ പ്രത്യാശ കർത്താവെ ഞങ്ങളെ ഭരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഇന്നത്തെ ശുശ്രൂഷ വളരെ അനുഗ്രഹമാകണമേ. പ്രകൃതിയെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നല്ലോ. അതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇതിൻ്റെ സമാപന സമയം വരെ വലിയ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. ഇതിനോടുള്ള ബന്ധത്തിൽ കർത്താവ്, ഈ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ കടന്നു വരുന്നവര്, പോകുന്നവര്, യാത്രയിലായിരിക്കുന്നവരെയൊക്കെ കർത്താവ് പരിപാലിക്കണം. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ, ഒരു പ്രയാസം ഉണ്ടാകാതെ എല്ലാവരും തക്ക സമയത്ത് വന്നു ചേരുവാനിടയാകണമേ. ആമേ. ശുശ്രൂഷകൾ നിർവഹിക്കേണ്ട അഭിഷക്തന്മാരുണ്ടല്ലോ, എല്ലാം ദൈവം തക്ക സമയത്ത് കൊണ്ടുവരുത്തണമേ. എല്ലാ ശുശ്രൂഷകന്മാർക്കായി സ്തോത്രം. കർത്താവ് അവരെല്ലാം സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ അഭിഷക്തനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മകനേറിയ കൃപയോടെ നിർത്തണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ഈ ശുശ്രൂഷയുടെ സമാപനം വരെ അവൻ ഞങ്ങളെ ഒരുമിച്ച് കർത്താവ് അനുഗ്രഹിക്കണം. ദൈവകൃപയുടെ നിറച്ചാട്ട് പുത്രനെ മഹത്വപ്പെടുത്തും. ക്രിസ്തുയേശു മൂലം അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണം സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ. എപ്പോഴും ഞാൻ സന്തോഷിക്കും, എന്നേശു എൻ്റെ ഗാനം എല്ലായിടവും ആഘോഷിക്കും, എൻ രക്ഷകൻ്റെ ദാനം. എന്റെ നാമമേഴുതി ആരും മേടുക്കാത്ത ഭാഗ്യമെൻ സന്തോഷം. ആരും മേടുക്കാത്ത ഭാഗ്യമെൻ സന്തോഷം. തൻ്റെ വാസം അവസാനിപ്പിച്ച 2013 സെപ്റ്റംബർ 24 2:40 കർത്തൃദാസന്മാർ, മക്കൾ, കൊച്ചുമക്കൾ, അയൽഭവനങ്ങളിലെ പ്രിയപ്പെട്ടവർ പാട്ടുപാടി സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ അന്ത്യശ്വാസം എടുക്കുന്നതിൻ്റെ അവസാന നിമിഷം വരെയും സ്തോത്രം ഉരുവിട്ടുകൊണ്ടും
പാടിയ പാട്ട് ചേർന്ന് പാടിക്കൊണ്ടും കർത്താവെങ്കിലുള്ള പ്രത്യാശയോടെ നിത്യതയിൽ ചേർക്കപ്പെട്ട നാം ഏറ്റവും സ്നേഹിക്കുന്ന, തൻ്റെ ജീവിതത്തിലുള്ള സ്നേഹം മാത്രം പങ്കുവെച്ച ബഹുമാന്യ പിതാവിൻ്റെ മൃതശരീരത്തിൻ്റെ മുൻപിൽ ഈ രാവിലെ പ്രത്യാശയോടെ നിൽക്കുന്നതിൽ, പ്രത്യാശയോടെ പങ്കെടുക്കുവാൻ കഴിയുന്നതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സീതത്തോട് മേലേത്ത് ഫിലിപ്പോസ് മറിയാമ ദമ്പതികളുടെ മൂത്ത മകനായി 1926 റാന്നി അഞ്ചുകുഴിയിൽ ജനിച്ചു. റാന്നി വൃന്ദാവനം ഇടയാറന്മുള വീട്ടിൽ മറിയാമ്മയെ ജീവിത സഖിയാക്കി കുടുംബജീവിതം ആരംഭിച്ചു. തൻ്റെ കുടുംബജീവിതത്തിൽ ദൈവം 4 ആൺമക്കളെയും 4 പെൺമക്കളെയും 21 കൊച്ചുമക്കളെയും ദാനമായി നൽകി. 1968 പെന്തക്കോസ്ത് പ്രവർത്തനങ്ങൾക്ക് കുടുംബമായി വിശ്വാസത്തിൽ വരികയും മുണ്ടൻപാറയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുകയും ചെയ്തു. വളരെ ത്യാഗോജ്ജലമായ ജീവിതത്തിനുടമയും സമൂഹത്തിൽ ഉദാത്തമായ മാതൃകയും കാട്ടുകയും ചെയ്ത പ്രിയ പിതാവ് നീണ്ട 57 വർഷങ്ങൾ മുണ്ടൻപാറയിൽ പാർത്തതിനു ശേഷം കടമനിട്ട ചാന്തകാവിൽ മക്കളോടൊപ്പം വിശ്രമജീവിതം നയിച്ചു വരികെ വാർദ്ധക്യസഹമായ കാരണങ്ങളാൽ ചില മാസങ്ങൾ രോഗക്കിടക്കയിലായിരുന്നു. ആ കിടക്കയിൽ തൻ്റെ പ്രിയപ്പെട്ടവരുടെ സ്നേഹങ്ങൾ, സന്തോഷങ്ങൾ, ശുശ്രൂഷകൾ ഏറ്റുവാങ്ങുവാൻ, ഏവർക്കും ആശ്വാസത്തിൻ്റെ വാക്കുകൾ തന്നിൽ നിന്ന് പറയുവാൻ ദൈവം തന്നെ ബലപ്പെടുത്തുകയും കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുകയും ചെയ്തു. തൻ്റെ മക്കൾ, മരുമക്കൾ, മുണ്ടൻപാറയിൽ പാർക്കുന്ന ജോയി MC, പ്രിയ മാതാവ് ശാന്തമ്മ, പ്രിയ മകൾ കുഞ്ഞുമോൾ, ഭർത്താവ് രാജു, പ്രിയ മകൾ റോസമ്മ, ഭർത്താവ് ജോർജ് കുട്ടി, പ്രിയമകൻ വർഗീസ് MC രാജു, ഭാര്യ ഓമന, പ്രിയ മകൾ ലാലി, ഭർത്താവ് ജെറി, പ്രിയ മകൻ ദാനിയൽ കുട്ടി MC, ഭാര്യ വത്സമ്മ, പ്രിയ മകൾ ജെസ്സി സാംകുട്ടി, ഭർത്താവ് കർത്തദാസൻ പാസ്റ്റർ റെജി, ഭാര്യ ജോമ, കൊച്ചുമക്കൾ, അവരുടെ കുടുംബം സിനി ഷാജി, മിനി മാമൻ, സിജി സാജു ഷിജോ, മേഴ്സി സജി, മോൻസി ലാൻസൺ, ജോൺസി മനേഷ്, പ്രിൻസി ജിനി ജോമി, ഷിജു ഷിബിൻ റോഷൻ റോസ്ലിൻ, ലിജ ലിജിൻ ലിൻഡ ഫേബ ജസ്റ്റിൻ ജെറിൻ ഏബൽ എബിൻ. ഈ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും കർത്താവ് ആശ്വാസം കൊണ്ട് നിറയ്ക്കട്ടെ എന്നും പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രത്യാശ നിറഞ്ഞ് അനുഗ്രഹീതമായൊരു ശുശ്രൂഷ പ്രിയ പിതാവിനോടുള്ള ബന്ധത്തിൽ നൽകുവാൻ സംഗതി വരട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. ഒരു കുടുംബത്തെ എത്രമാത്രം സ്നേഹിക്കാമോ, മക്കളെ, ഭാര്യയെ എത്രമാത്രം സ്നേഹിക്കാമോ, ഏറ്റക്കുറച്ചിലില്ലാതെ എല്ലാവരോടും ഒരുപോലെ സ്നേഹം പങ്കിടുവാൻ ഒരു മനുഷ്യന് കഴിയുമോ? അതിൻ്റെ ഉദാത്തമായ തെളിവാണ് പ്രിയ പിതാവ്. താൻ തൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും സ്നേഹിച്ചത് മാത്രമല്ല, ഒരു പിതാവിനെ എങ്ങനെ ശുശ്രൂഷിക്കാമോ, എങ്ങനെ ആഴമായി സ്നേഹിക്കാമോ, അത്രമാത്രം ആഴമായി സ്നേഹിക്കുന്ന ഒരു കുടുംബത്തെ, ഒരു പിതൃബന്ധത്തെ, പിതൃമക്കൾ ബന്ധത്തെ തുലോം തുച്ഛമായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിന് ഭാഗ്യം വന്ന
ഈ കുടുംബത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തനിക്ക് ഭൗതിക നന്മകൾ ലഭിക്കുമ്പോൾ കൊച്ചുമക്കളെയൊക്കെ വിളിച്ച് അവർക്ക് ടോക്കൺ ഓഫ് ലവ് കൊടുക്കുന്ന സ്നേഹത്തിന് പ്രതീകമായി അവർക്ക് ചെറിയ സഹായങ്ങളൊക്കെ കൊടുത്ത് കൊച്ചുമക്കളെ എപ്പോഴും തൻ്റെ വാത്സല്യപൂർവ്വം സ്നേഹിക്കുന്ന പ്രിയ പിതാവാണ്. പ്രിയ ജോയിച്ചാൻ്റെ മകൻ സിജോ എടുത്തു പറയാതിരിക്കുവാൻ നിവൃത്തിയില്ല. കഴിഞ്ഞ 5.5 മാസമല്ല അധികമായി ആ പ്രിയ മകൻ രാത്രിയും പകലും ഒരുപോലെ പിതാവിൻ്റെ കിടക്കയ്ക്കരിയിൽ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. തൻ്റെ പഠനത്തെ പോലും പരീക്ഷകളെ പോലും കാര്യമായി എടുക്കാതെ തൻ്റെ വല്ലിപ്പച്ചനെ ശുശ്രൂഷിക്കുവാൻ സമയം കണ്ടെത്തിയത് ആ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ഭാജനമായി തീരുവാൻ ദൈവം അവരെ സഹായിച്ചതാണ്. തൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ കൊച്ചുമോനാണ് പാസ്റ്റർ റോയി. എപ്പോഴും ഈ ഭവനത്തിൽ പിതാവിന് പ്രിയപ്പെട്ടവർക്ക് ആശ്വാസമായിരിക്കുന്ന ആളാണ്. പ്രിയ പാസ്റ്റർ റജി അവരുകളെ, സഹോദരി ജോമയെ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു മരുമകളായിട്ടല്ല, മകളേക്കാൾ ഉപരിയായി ഒരു പിതാവിനെ ശുശ്രൂഷിക്കുവാൻ സന്മനസ് വെച്ച ആ സഹോദരി ഓർത്ത്, ആ കുടുംബത്തെ ഓർത്തും ദൈവത്തിന് സ്തോത്രം. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളൊന്നും പിതാവ് അറിയുന്നില്ല. എന്നാൽ ഇവിടെയുള്ളതായ ദൈവമക്കൾക്ക്, കൊച്ചുമക്കൾക്ക് ശുശ്രൂഷകൾ, വചനങ്ങൾ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ചാന്തുകാവ് കർമ്മേൽ സഭയുടെ എല്ലാ കുടുംബങ്ങളുടെയും ഞങ്ങളുടെ പ്രത്യാശ ഈ പ്രാരംഭ സമയം തന്നെ ഈ പ്രിയപ്പെട്ടവരെ അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഇപ്പോൾ കൊയർ ഗാനം ആലപിക്കുകയും അതിനുശേഷം പിതാവിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ, നല്ല സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കുവാൻ ഉള്ള സമയമാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ ചെന്ന്
ഞാൻ ഈ പല സന്ദർഭങ്ങളിലും ഈ മരണത്തോട് ബന്ധത്തിൽ ചില വാക്കുകൾ ഉദ്ധരിക്കാറുണ്ട്. ഒന്ന് രണ്ട് കാരണം മാത്രം പറഞ്ഞ ശേഷം ഇരിക്കാൻ താല്പര്യപ്പെടുന്നത്, ഏത് മനുഷ്യൻ പാപവും പാപത്തിൽ മരണവും ലോകത്തിൽ ഇങ്ങനെ എല്ലാവരും പാപമായി തോന്നും. രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയപ്പെട്ടിരിക്കുന്നത്. ഒന്ന് നിത്യമായ മരണം, രണ്ട് പാപം. അത് ഈ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി ഒറ്റ മനുഷ്യനും ലോകത്തിൽ ഇല്ലാതിരുന്നപ്പോൾ പിതാവായ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് എബ്രാഹിം 2-14 വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു, യേശുവിന്റെ ക്രൂശിലെ മരണത്താൽ മരണഭീതി മാറുവാൻ ഇടയാക്കുന്നു എന്നുള്ള കാര്യമാണ് അത് മനസ്സിലാക്കേണ്ടത്. പാപം ചെയ്തുകൊണ്ട് ഒരു മനുഷ്യൻ 90 സംഘത്തിലെ 12 വാക്യത്തിൽ വായിക്കുമ്പോൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുന്നതിന് ഞങ്ങളുടെ നാളുകളെ എണ്ണുന്നു എന്ന് അവിടെ വാക്യമുണ്ട്. ജ്ഞാനമില്ലാതെ രണ്ട് വിധത്തിലുള്ള എണ്ണലാണ് ലോകത്തിലുള്ളത്. ഒന്ന് ആത്മീയ ജ്ഞാനത്തോടുകൂടി അത് അവരവര് എണ്ണുന്നു, രണ്ടാമത് പരിശുദ്ധാത്മാവ് അത് എണ്ണുന്നു. ഈ പിതാവ് നാളുകളെ എണ്ണിക്കൊണ്ടാണ് ജീവിച്ചത്. എണ്ണിക്കൊണ്ട് ജീവിച്ചതുകൊണ്ട് ഒരു പ്രധാനമായ കാര്യം തന്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവ് സ്വീകരിക്കാനും തുടർന്നുള്ള എല്ലാ അടിസ്ഥാന ഉപദേശങ്ങൾ അംഗീകരിക്കപ്പെട്ടതിനും ഇടയാക്കുന്നു. അത് മുഖാന്തരമായിട്ട് അതേ തന്റെ മക്കളും കൊച്ചുമക്കളും ആ അവസ്ഥയിൽ എത്തിച്ചേരാൻ ഇടയാക്കുന്നു. ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കുന്നു പറയപ്പെട്ട പോലെ അവർക്ക് കുടുംബമായിട്ട് കർത്താവിനെ സേവിക്കാനും ആരാധിക്കാൻ ദൈവം അതേ കുടുംബം നൽകി കൊടുത്തു. ഞാൻ ചില വർഷങ്ങൾ മുമ്പ് ഒരു പിതാവ് തന്റെ മക്കളും കുഞ്ഞുങ്ങളുമായിട്ട് ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന സന്ദർഭം അദ്ദേഹം പറഞ്ഞു, 3 ദിവസം കഴിയുമ്പോൾ ഞാൻ ഈ ലോകത്തിൽ മാറ്റപ്പെടുകയാണ്. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ കൂടി നിന്ന സമയത്ത് ഇങ്ങനെ കാര്യം സംഭവിച്ചു. ആ പ്രിയ പിതാവിന് ഒരു മോഹാശം വരെയും തന്നെ തന്റെ മൂത്ത മകൻ തന്നെ താങ്ങി പിടിച്ച് കടലിലോട്ട് കടത്തുകയും അവിടെ നിന്നും അന്തിമ വാക്കുകൾ പറഞ്ഞ ശേഷമായിട്ട് ദൈവത്തിനെ വിളിച്ച് ചേർക്കൊണ്ടിരിക്കുന്നു. വിളിച്ച് ചേർക്കപ്പെടുകയും ചെയ്യുന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പ്രിയ പിതാവ് ഇങ്ങനെ തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. സ്റ്റെഫനെ മരിച്ചപ്പോൾ ഭക്തിയുള്ള പുരുഷന്മാര് തന്റെ ഡെഡ്ബോഡി അടക്കാണ്ട് മനസ്സിലാക്കണം. പൂർവ്വപിതാവ് അബ്രഹാം തന്നെ ഭാര്യ മരിച്ച സമയത്ത് അവളെ കുറിച്ച് വിലപിക്കലും മുക്കപ്പന ഗുഹയിൽ അവളെ സംരക്ഷണം ചെയ്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ദൈവദാസനായ യോബ് തന്നെ മക്കൾ മരിച്ച സമയത്ത് കർത്താവ് നാമം കർത്താവ് ഉയർത്തുവാറുണ്ട് ഇടയത്തുന്നു. അങ്ങനെ അനേക വിവിധമായ മരണങ്ങൾ കാണപ്പെടുന്നു. എനിക്ക് മരിക്കുന്ന ലാഭം ജീവിക്കുന്ന ക്രിസ്തുവിന് മരിക്കുന്ന ലാഭകരം ദൈവത്തിന് ചെയ്യപ്പെടുന്നു. ജീവിക്കുന്ന പ്രാർത്ഥനയോടെ കടന്നുവരും കടന്നു അവരുടെ കഴിവനുസരിച്ച് പ്രിയ പിതാവിനെ സൂക്ഷിക്കുന്നതുകൊണ്ട് യോമിക്കും പ്രിയ പാസനും ഇടയതുന്നു. അങ്ങനെ ഭാഗ്യമായിട്ട് മക്കൾക്ക് കടന്നു ഇടയതരുന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങനെ മരണഭീതി മാറി പാപത്തിന്റെ അനുഭവത്തിൽ നിന്നും മാറ്റപ്പെട്ടു അത് നമുക്ക് കാണപ്പെടുന്നത്. ഇങ്ങനെ പറയുന്നു, ഒരിക്കൽ മരണം പിന്നെ നമ്മോട് 15, 20, 50 വയസ്സുള്ള ഏത് സമയത്തും ലോകത്തിൽ മാറ്റപ്പെടുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിപ്രധാനമായ ഒരു കാര്യം ഞാൻ സുവിശേഷം എന്നുള്ളതിൽ പറയുകയാണ്. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയ ആത്മാവിനെ നഷ്ടമാകുന്നത് പ്രയോജനം അത് അവർക്ക് വിശ്വസിക്കുന്ന ഏവർക്കും അവന് അധികാരമുണ്ട്. ഞാൻ ഈ ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും യേശുവിനെ അംഗീകരിക്കാതെ ജീവിക്കുന്ന ആരുണ്ടെങ്കിൽ യേശുവിനെ അംഗീകരിച്ച് ഈ പ്രിയ പിതാവ് നല്ലൊരു കാഴ്ച വെച്ചതുപോലെ അവയെ കുടുംബ ജീവിതം സഭാജീവിതം ഏറ്റവും തന്നെ അനുഗ്രഹമായ അനുഗ്രഹത്തിൽ ഈ പ്രിയ പിതാവ് ദേശവാസികൾക്ക് ഒരു അനുഗ്രഹമായിരുന്നു. അതിനാൽ അങ്ങനെ അനുഗ്രഹപ്പെട്ട ജീവിതം മുഖാനുണ്ട് ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ഓരോ പ്രിയപ്പെട്ടവർക്കും ആ ക്രിസ്തീയ പ്രത്യാശയിൽ എന്റെയും ഇന്ത്യ IPC പേര് ചർച്ചന്റെയും ഉള്ള പ്രത്യാശയിൽ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവമേ ആശ്വസിക്കുകയും സമാധാനപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. പത്തനംതിട്ട സെൻട്രൽ PA പ്രസിഡന്റ് പാസ്റ്റർ ബിനു കൊന്നപ്പാറ. അതിനുശേഷം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രിയ അപ്പച്ചൻ്റെ മകൻ പ്രിയ രജി പാസ്റ്ററുമായിട്ട് ദീർഘനാളത്തെ പരിചയവും സ്നേഹബന്ധവും എനിക്കുണ്ട്. അതിലുപരിയായി പ്രിയ അപ്പച്ചൻ്റെ ഒരു കൊച്ചുമകള് വിവാഹം കഴിച്ചിരിക്കുന്ന